നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പശ്ചിമേഷ്യയിലെ വെടിക്കെട്ടുകളെ കുറിച്ചല്ല, മറിച്ച് ആ വെടിക്കെട്ടുകൾക്ക് പിന്നിലെ അദൃശ്യമായ കണക്കുകളെ കുറിച്ചാണ്. അമേരിക്കയിലെ ഇന്റലിജൻസ് ഏജൻസികളായ CIA-യും മൊസാദും ഉൾപ്പെടെയുള്ള ലോകത്തിലെ വമ്പൻ ചാര സംഘടനകൾ ഇപ്പോൾ വലിയ ആശയക്കുഴപ്പത്തിലാണ്. കാരണം അവർ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇറാന്റെ മിസൈൽ കരുത്ത് തകർക്കപ്പെട്ടു എന്ന് ലോകം കരുതിയപ്പോൾ പുറത്തുവരുന്നത് പുതിയ കണക്കുകളാണ്. ഇറാന്റെ പക്കലുള്ള മിസൈലുകളിൽ വെറും 1/3 മാത്രമാണ് ഇതുവരെ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളൂവെന്ന്. ബാക്കിയുള്ളവ എവിടെ? അവ എത്രത്തോളം അപകടകാരികളാണ്? അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ ആയുധശേഖരത്തെ നമുക്ക് 3ആയി തരംതിരിക്കാം. അതിൽ ആദ്യത്തേത് 1/3, അതായത് ഏകദേശം 33% മിസൈലുകൾ നിലവിൽ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിട്ടുള്ളവയാണ്. ഉപരിതലത്തിലുള്ള ലോഞ്ച് പാഡുകളും റഡാർ സംവിധാനങ്ങളുമാണ് അതിൽ അധികവും. പക്ഷെ രണ്ടാമത്തെ വിഭാഗമാണ് ഏറ്റവും കൗതുകകരവും എന്നാൽ അപകടകരവുമായത്. മറ്റൊരു 1/3 മിസൈലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവ ഉപയോഗശൂന്യമെന്ന് കരുതരുത്. ഇറാന്റെ സൈനിക എഞ്ചിനീയർമാർക്ക് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ലഭിക്കുന്ന രഹസ്യ സാങ്കേതിക സഹായം ഉപയോഗിച്ച് അവ അതിവേഗം അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും യുദ്ധസജ്ജമാക്കാൻ സാധിക്കും. ഒരു മിസൈലിന്റെ സെൻസറോ അല്ലെങ്കിൽ അതിന്റെ ഇന്ധന ടാങ്കോ മാറ്റി സ്ഥാപിച്ചാൽ അത് വീണ്ടും ഒരു പ്രഹരശേഷിയുള്ള ആയുധമായി മാറും. അങ്ങനെ ലോകം വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഇറാന് തങ്ങളുടെ സൈനിക ശേഷി വീണ്ടെടുക്കാൻ സാധിക്കും. ഇനി ബാക്കിയുള്ള 1/3 വരാം. അത് പൂർണ്ണമായും സുരക്ഷിതമാണ്. എവിടെയാണെന്നല്ലേ? ഭൂമിക്കടിയിൽ ഏകദേശം 500 മീറ്റർ താഴ്ചയിൽ നിർമ്മിച്ചിട്ടുള്ള കൂറ്റൻ തുരങ്കങ്ങളിലാണ് അവ ഒളിപ്പിച്ചിരിക്കുന്നത്. ഇറാൻ ഇവയെ വിളിക്കുന്നത് മിസൈൽ നഗരങ്ങൾ എന്നാണ്. പർവ്വതങ്ങൾ തുരന്ന് നിർമ്മിച്ച ഈ കോട്ടകൾക്കുള്ളിലേക്ക് കടന്നു ചെന്ന് ആയുധങ്ങൾ നശിപ്പിക്കുക എന്നത് ആധുനിക ബോംബുകൾക്ക് പോലും അസാധ്യമായ കാര്യമാണ്. അതീവ രഹസ്യമായ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് നിമിഷങ്ങൾക്കുള്ളിൽ മിസൈലുകൾ വിക്ഷേപിക്കാൻ ഇറാന് സാധിക്കും. സാങ്കേതികമായി പറഞ്ഞാൽ ഇറാന്റെ ഏറ്റവും മാരകമായ ആയുധങ്ങൾ ഇപ്പോഴും ആർക്കും തൊടാൻ കഴിയാത്ത വിധം സുരക്ഷിതമാണ്. ഈ സുരക്ഷിതമായ ആയുധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിലൊന്നാണ് ഖൈബർ ഷെക്കൻ. പേര് പോലെ തന്നെ അതീവ സുരക്ഷതയുള്ള ശത്രുവിന്റെ കോട്ടകൾ തകർക്കാൻ ശേഷിയുള്ള മിസൈൽ. 1450 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ ശബ്ദത്തെക്കാൾ 5 ഇരട്ടി വേഗത്തിലാണ് ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? വിക്ഷേപിച്ച ശേഷം അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അതിന്റെ പാത മാറ്റുവാൻ ഇതിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും വെട്ടിച്ചു കടക്കാൻ ഖൈബർ ഷെക്കന് സാധിക്കും. ഇത്തരം മിസൈലുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇറാന്റെ കൈവശമുണ്ട് എന്നത് അമേരിക്കൻ ഇന്റലിജൻസ് ഭയപ്പെടുന്ന ഒന്നാണ്. ചുരുക്കത്തിൽ യുദ്ധം എന്നത് വെറും വെടിയുണ്ടകൾ മാത്രമല്ല, അത് കൃത്യമായ കണക്കുകൂട്ടലുകൾ കൂടിയാണ്. ഇറാന്റെ പക്കലുള്ള ആയുധ ശേഖരത്തിന്റെ പകുതി പോലും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന സത്യം പശ്ചിമേഷ്യയിലെ സംഘർഷം ഇനിയും നീണ്ടു നിൽക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തകർക്കപ്പെട്ടവ പുനഃസ്ഥാപിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾ ലോകം ഉറ്റുനോക്കുകയാണ്. യുദ്ധം ആയുധങ്ങൾ കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് ജയിക്കുന്നത് എന്ന് പറയാറുണ്ട്. എന്നാൽ ആയുധങ്ങൾക്കൊപ്പം ബുദ്ധിയും ചേരുമ്പോൾ അത് ലോകത്തിന് തന്നെ വലിയൊരു വെല്ലുവിളിയായി മാറുന്നു. ഖൈബർ ഷെഖാനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്നാൽ അതിലും മാരകമായ, ലോകത്തെ വമ്പൻ ശക്തികളെ പോലും വിറപ്പിക്കുന്ന മറ്റൊരു പേരുണ്ട്: ഫത്തഹ്. 2023 ഇറാൻ ഈ ഹൈപ്പർസോണിക് മിസൈൽ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ഇവന്റെ പേരിന്റെ അർത്ഥം വിജയി എന്നാണ്. എന്തുകൊണ്ടാണ് ഈ മിസൈലുകൾ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് നമുക്കറിയണ്ടേ? ഫത്തഹ് മിസൈലിന്റെ പ്രത്യേകതകളെ കുറിച്ച് ആദ്യം അറിയാം. അതിവേഗതയാണ്. ശബ്ദത്തെക്കാൾ 13 മുതൽ 15 ഇരട്ടി വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ഫത്തഹിന് സാധിക്കും. അതായത് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ അത് പതിച്ചിരിക്കുമെന്ന് സാരം. പ്രതിരോധം അസാധ്യമാണ്. അതായത് ലോകത്തെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായ അമേരിക്കയുടെ പേട്രിയറ്റ്, ഇസ്രായേലിന്റെ ആരോ എന്നിവയ്ക്ക് പോലും ഈ വേഗതയെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നർത്ഥം. ഖൈബർ ഷെഖാനെ പോലെ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിൽ തൊട്ട് മുൻപ് അന്തരീക്ഷത്തിൽ വെച്ച് ദിശ മാറ്റാൻ സാധിക്കുമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. റഡാറുകളുടെ കണ്ണുവെട്ടിച്ചു പറക്കാനുള്ള ഈ കഴിവാണ് ഫത്തഹിനെ അജയ്യനാക്കുന്നത്. 1400 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ ഇറാന്റെ കൈവശമുള്ള ഏറ്റവും വിലപിടിച്ച ആയുധങ്ങളിൽ ഒന്നാണ്. അമേരിക്കൻ ഇന്റലിജൻസ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇറാന്റെ പക്കൽ അവശേഷിക്കുന്ന ഈ ഹൈപ്പർസോണിക് മിസൈലുകളെ തന്നെയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഫത്തഹ് മിസൈലുകളുടെ ഭൂരിഭാഗവും ഇറാന്റെ സുരക്ഷിതമായ ഭൂഗർഭ നിലവറകളിൽ ഇപ്പോഴും കേടുപാടുകൾ കൂടാതെ ശേഷിക്കുന്നുണ്ട്. ഇത് ഏതു നിമിഷവും പശ്ചിമേഷ്യയിലെ യുദ്ധഗതിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. ഖൈബർ ഷെഖാനെ കുറിച്ചും ഫത്തഹിനെ കുറിച്ചും പ്രത്യേകം പറഞ്ഞു. എന്നാൽ ഇവ രണ്ടും കൂടി ചേരുമ്പോൾ ഇറാന്റെ സൈനിക ബലം എത്രത്തോളം ഉണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് വെറുമൊരു ആയുധ ശേഖരമല്ല, മറിച്ച് ലോകത്തെ ഏത് പ്രതിരോധ കവചത്തെയും തകർക്കാൻ പാകത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആണ്. ശത്രു രാജ്യങ്ങളുടെ
മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ഉദാഹരണത്തിന് ഇസ്രായേലിന്റെ അയൺ ഡോം അല്ലെങ്കിൽ ആരോ 3, അവയെല്ലാം ഒരേ സമയം നൂറുകണക്കിന് മിസൈലുകൾ തടഞ്ഞു നിർത്തുവാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ്. എന്നാൽ ഖൈബർ ഷെക്കാൻ അന്തരീക്ഷത്തിൽ വെച്ച് പാത മാറ്റുമ്പോൾ ഫത്തഹ് ശബ്ദത്തേക്കാൾ 15 ഇരട്ടി വേഗത്തിൽ കുതിച്ചെത്തുന്നു. ഈ രണ്ട് തരം ആക്രമണങ്ങളെ ഒരേ സമയം നേരിടുക എന്നത് ആധുനിക കമ്പ്യൂട്ടറുകൾക്കും റഡാറുകൾക്കും അസാധ്യമാണ്. ഒന്ന് റഡാറുകളെ കബളിപ്പിക്കുമ്പോൾ മറ്റൊന്ന് വേഗത കൊണ്ട് പ്രതിരോധത്തെ തകർക്കുന്നു. ഖൈബർ ഷെക്കാൻ പോലുള്ള മിസൈലുകൾ ഖര ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ മിനിറ്റുകൾക്കുള്ളിൽ അവ വിക്ഷേപിക്കാൻ തയ്യാറാകാം. ഉപഗ്രഹങ്ങൾ വഴി വിക്ഷേപണ വിവരം പുറം ലോകം അറിയുന്നതിന് മുൻപ് തന്നെ അവ ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നുയർന്നിരിക്കും. അതിനൊപ്പം ഫത്തഹ് കൂടി ചേരുമ്പോൾ ശത്രുവിന് ചിന്തിക്കാൻ പോലും സമയം നൽകാത്ത വിധം മിന്നൽ ആക്രമണം നടത്താൻ ഇറാന് സാധിക്കുന്നു. ഖൈബർ ഷെക്കാൻ ശത്രുവിന്റെ കമാൻഡ് സെന്ററുകളെയും സൈനിക താവളങ്ങളെയും ലക്ഷ്യം വെക്കുമ്പോൾ ഫത്തഹ് ഹൈപ്പർസോണിക് വേഗതയിൽ അവരുടെ റഡാർ സ്റ്റേഷനുകളെയും പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കുന്നു. അതായത് ഫത്തഹ് വഴി ശത്രുവിന്റെ കണ്ണുകൾ തകർക്കുകയും ഖൈബർ ഷെക്കാൻ വഴി അവരുടെ ഹൃദയഭാഗത്ത് പ്രഹരിക്കുകയും ചെയ്യുന്നു. ഈ ഇരട്ട പ്രഹര ശേഷിയാണ് ഇറാൻ ഇപ്പോൾ കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഇറാന്റെ ഈ ഗ്രാൻഡ് കരുത്ത് വെറും ഊഹങ്ങളല്ല. അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഭയപ്പെടുന്നതും ഇതിനെ തന്നെയാണ്. നശിപ്പിക്കപ്പെട്ട 1/3 മിസൈലുകളിൽ അധികവും പഴയ മോഡലുകളായിരുന്നു. എന്നാൽ ഇറാന്റെ യഥാർത്ഥ കരുത്തായ ഖൈബർ ഷെഹാനും ഫത്തഹും ഇപ്പോഴും അവരുടെ ഭൂഗർഭ അറകളിൽ സുരക്ഷിതമാണ്. ഇവ രണ്ടും ഒരേ സമയം വിക്ഷേപിക്കപ്പെട്ടാൽ ലോകത്തെ ഒരു പ്രതിരോധ സംവിധാനത്തിനും ഇതിനെ പൂർണ്ണമായും തടയാനാവില്ല.